ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് വൺ ബ്ലോക്കാണ് ഗായ്സ്. വൺ ബ്ലോക്കിലെ ഇത് എപ്പിസോഡ് 2 ആണ്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ സ്റ്റോറേജ് പ്ലേസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇരുന്ന് കളിക്കാം ഗായ്സ്. ഇപ്പോൾ തന്നെ വൺ ബ്ലോക്കിൽ ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ എക്സ്പാൻഡ് ചെയ്ത് എന്നെ സഹായിക്കാൻ കണ്ണനും കൂടി വന്ന്. അപ്പോൾ ഗായ്സ്, വൺ ബ്ലോക്കിൽ ലെവൽ 4 എങ്ങാണ്ടാണ്. ഓക്കെ, ഞാനതൊരു ടെസ്റ്റർ പാക്ക് ഇട്ടായിരുന്നു. അതായത് ഇങ്ങനെ ഔട്ട്ലൈൻ ആക്കണത്. ഓക്കെ, നമുക്ക് ഇത് മൈൻഡ് ചെയ്ത് നിൽക്കാം. ഇത് ലെവൽ 4 ആണ് ഗായ്സ്. ലെവൽ 4 എങ്ങാണ്ടാണ്. 4 ആണ്. ഈ സാധനം അപ്പോഴേക്ക് ചത്താ. ഞാനിത് അയ്യോ ക്രീപ്പർ, ഓ നോ. ഒരു ക്രീപ്പറിൻ്റെയും കൂടി ഉണ്ടായിരുന്നു ഗായ്സ്. ഇതെന്താണിത്? പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടാക്കിയായിരുന്നു ഗായ്സ്. സാധനം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കതന്നെ അറിയില്ല. അപ്പോഴാണ് ഈ സാധനം എന്താ ചെയ്യണ്ടേ? എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. നോക്കട്ടെ, ഫർണസ് എടുത്ത് മുകളിലേക്ക് വെക്കണമെന്ന് എന്നിട്ടൊന്നും നടക്കണ്ടല്ലോ. എന്താ വാട്ടൻ്റെ കാഴ്ച എനിക്കറിയില്ല. കോബിൾ സ്റ്റോണിൻ്റെ ജനറേറ്ററാണ്. അതിനും വേദം മറ്റേ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കേണ്ടതായിരുന്നു. ക്രീപ്പർ ഒട്ടി ബോർഡിലേക്ക് വീഴാനാണ് നന്നായി. പിന്നെ ഗായ്സ്, ഇപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. ടെക്നോബ്ലേഡിൻ്റെ ഇവിടെ ടെക്നോബ്ലേഡിൻ്റെ സ്കിന്നാണ് നമ്മൾ ഇട്ടാക്കുന്നത്. എൻ്റെ സ്കിൻ ഞാൻ മാറ്റി. ഞാൻ അടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ആടെ സ്കിന്നാണെന്ന് പറയാൻ പറ്റുമോ ഗായ്സ്? ഈ കൈ കണ്ടിട്ട് ശരി, ഇതല്ല, ഇത് തന്നെ ഡ്രീമാണ് ഗായ്സ്. ഡ്രീമിൻ്റെ സ്കിന്നാണ് ഞാനിപ്പോൾ ഇട്ടാക്കണത്. ഇപ്പോൾ എനിക്ക് ഇതൊരു മൂഡ് പാക്കിൻ്റെ ഒരു ആപ്പിൽ നിന്ന് കിട്ടിയാണ് ഗായ്സ്. വോയിഡിലേക്ക് വീണൊരു കീപ്പ് ഇൻവെൻറ്ററി ആണോ നോക്കട്ടെ. കീപ്പ് ഇൻവെൻറ്ററി ഞാൻ ഇട്ടതല്ല, പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം വോളിൽ ചത്തപ്പോൾ കീപ്പ് ഇൻവെൻറ്ററി ആണ് ഗായ്സേ. പക്ഷേ ഡിഫിക്കൽട്ടി ഹാർഡാണ്. ഓക്കെ, നമുക്കിത് അല്ല, ഇത് ഓൺലി സർവൈവൽ കൂടെ മതി, അല്ലെങ്കിൽ ഡിഫോൾട്ട് ഇതാ. ഓക്കെ, നമുക്കിതൊന്ന് അടക്കണം ഗായ്സ്. അതിനു വേണ്ടി പ്രാവശ്യം സ്റ്റോണും വെച്ചടിക്കുക. പക്ഷേ അടക്കുക കഴിഞ്ഞ ചടങ്ങ് തുടച്ചിട്ട് എന്തായാലും ക്രീപ്പർ ഒന്ന് പൊട്ട് അതൊക്കെ പോകും. വാട്ടർമല. ഓക്കെ, ഇവിടെ ഇത് മൈൻഡ് ചെയ്യണം. വില്ലേജേഴ്സിനൊന്നും കോളാണല്ലേ ഇത്. അയ്യോ സംഭവം അവനെ ഞാൻ കൊന്നതല്ല, വെയിലുകൊണ്ട് കഴിഞ്ഞാത്താണ്. ഇത് 4ാമത്തെ ലെവലാണ് ഗായ്സ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനമൊക്കെ വന്നത്. സ്കെൽറ്റനൊക്കെ വന്ന് എൻ്റെ മുകളിലേക്ക് തള്ളിയിട്ടായിരുന്നു. ഫുഡ് അവിടെ, ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് സവാനയുടെ ഇതൊക്കെയാണ് വന്നാൽ ഓക്കെ. ഇനി ഇവനെയൊക്കെ ഇവിടെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. സ്ലാബ് കണ്ണനൊക്കെ വന്ന് എന്നെ സഹായിച്ചായിരുന്നു. അതുകൊണ്ട് ഇവനെ നമുക്ക് തള്ളി കൊണ്ടുപോവാം. നിൽക്കട അവിടെ. എന്താണ് നീ മാറി അറ്റക്കത്ത് പോയി ഇരുന്നോളണം. ഗോളിൽ വീണ് ചാവൊന്നും ചെയ്യരുത്.
ഓക്കെ, ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. കുറേ അതേ 2 കോഴികൾ. സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഉമ്മാനെ തള്ളി ഇടണേ. ഉമ്മാനെ ഇങ്ങോട്ടും പോവില്ല അങ്ങോട്ടും പോവില്ല. പക്ഷെ ആണെങ്കിൽ മര്യാദത്തോടെ അങ്ങോട്ടേക്ക് നിന്നോളായിരുന്നു. എന്താ അങ്ങോട്ടേക്ക് പോണ? അതേ ആ കോഴി അങ്ങോട്ട് പോണപ്പാ. നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാലും ആയി. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ടെസ്റ്ററൊക്കെ കണ്ട കഴിച്ചു. സിഗല്ലേ നമുക്കിത് എന്താണ് ചെയ്യണ്ടതെന്ന് അറിയണം. കൊബിൾ സ്റ്റോൺ ജനറേറ്റർ എന്നാണ് കാട്ടണം. പക്ഷെ ഒരു സാധനം ജനറേറ്റ് ആയി വന്നിട്ടില്ല ഇതുവരെ. എന്താ കാട്ടണ്ടേ ഇതിൽ? അടിയിൽ എല്ലാം വെച്ച് കൊടുക്കണോ? അടിയിൽ ചെസ്റ്റ് വെച്ചെടുത്ത് ചെസ്റ്റിൽ നിറച്ച സാധനങ്ങളാ. ചെസ്റ്റിലൊരു സാധനവും ഇല്ല. ഓക്കെ, അടിയിൽ ചെസ്റ്റ് വെച്ച് കൊടുക്കാം ഗൈസ്. എല്ലാം ജനറേറ്റായി വരുമോ? വന്നാൽ മതിയായിരുന്നു. വാട്ടർ ബക്കറ്റ് പോയിച്ച് അടിയിലേക്ക് വാങ്ങാൻ. ഒരുപാട് വാട്ടർ ബക്കറ്റ് കയ്യിൽ നിൽക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ വെച്ചു നോക്കാം. അതും വർക്കായില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു സൈഡ് ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിങ്ങനെ. അയ്യോ, 2 സൈഡ് ഒരുമിച്ചിട്ട ഞാൻ. പൊട്ടത്തരം കാട്ടി ഗൈസ്. വീണ്ടും മണ്ടത്തരം കാട്ടി. അല്ല വീണവർക്കൊന്നും പറ്റിയില്ല. മോളേക്കോ ആവട്ടെ. അടിയിലേക്ക് പോയി നോക്കിയാലോ. ഹാർട്ടും കുറവാണ്, അങ്കർബാറും കുറവാണ്. അടിയിലേക്ക് പോയി നോക്കാം വയസ്സിൻ്റെയൊക്കെ. വെള്ളമല്ലേ, അത് കുഴപ്പമില്ല. നീ വല്ലതും പറഞ്ഞിണ്ടാ? ഉണ്ടാതില്ല. ഇതെങ്ങനെയാണ് ജനറേറ്റ് ആവണ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നെ. എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ജനറേറ്റ് ആവണെന്ന്. പൊട്ടിക്കാനും പറ്റൂല. ഇനി ഡയമണ്ട് ക്യാസുമ്പോൾ ചിലപ്പോൾ പൊട്ടിക്കേണ്ടേ തോന്നുന്നു. പക്ഷെ ഡയമണ്ടായി ഒരെണ്ണമുള്ളൂ. ചെസ്റ്റിന്ന് എന്തോ കിട്ടിയതാ ലക്കിയായിട്ട്. ഇവിടെ വെക്കാം. കോഴി ഇതിന് എന്താ കാട്ടണ്ടേ? ഗായ്സ്, കറക്റ്റ് സമയത്ത് മരവും വളർന്ന് കണ്ടില്ലേ ഒക്കെ പോയി. ആണ് ഗായ്സ് റോക്കിൻ്റെ പ്രശ്നം. ഇനി ചാടിക്കിടക്കാം. അമ്മേ വീണ്ടും പോയി. എന്താ ഞാനിപ്പോൾ ചെയ്യണ്ടേ? ബ്ലോക്കെങ്കിലും ഉണ്ടാവനേ. എത്ര സ്റ്റാക്ക് കണക്കിന് ഞാൻ ഒപ്പിച്ച് വെച്ചാന്നറിയാമോ? നിനക്കറിയാമോ? മൈൻക്രാഫ്റ്റ് എവിടെ? ഞാൻ കോഴിൽ വീണ് ചാവാൻ പോണ്. ചാവ്.
ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതാണെന്ന് നിങ്ങൾക്കറിയാമോ? കുഴപ്പമില്ല, നമുക്ക് വീണ്ടും കണ്ണനെ വിളിക്കാം. അടുത്ത പ്രാവശ്യം നിങ്ങൾ നോക്കിയോ, ഇത്ര പ്രാവശ്യം കണ്ണൻ വരും. പക്ഷേ എൻ്റെ മരവും പോയി. ഇനി എന്തിനാ എനിക്കിത് മഴ? വെയിറ്റ് ചെയ്യ മിനിറ്റ്. ഓക്കെ, ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഇതൊക്കെ ഇന്ന് ഒരു ലൈവ് തന്നെയായിരിക്കും, അതിൽ ചെയ്യാൻ കഴിയും. നമുക്ക് അതിൽ തന്നെ ചെയ്ത് തീർക്കാം. അതിന് കണ്ണനും കൂടി ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. അപ്പോൾ നാളെ കാണുന്നവരേക്കും